ഇല്ലെങ്കിൽ ലക്ഷ്മി അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു കാര്യം, അങ്ങനെ ഒരു കോൺവെർസേഷൻസ് ലാലേട്ടനും ഉണ്ടാക്കേണ്ടി വരില്ലായിരുന്നു. സോ അങ്ങനെയുള്ള കോണ്ടന്റുകൾ ഉണ്ടാകുന്നത് ബിഗ് ബോസ് ഉറപ്പായിട്ടും അപ്രിഷിയേറ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഒരു പാവയുടെ പേരിൽ അനുമോള്, അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ ജിസേല്, ആര്യൻ ജിസേലിന്റെ പിന്നാലെ നടക്കുന്നു. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സില്ലി മാറ്റേഴ്സ് ഒക്കെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ നാണക്കേടാണ്. അപ്പോൾ എന്തായാലും ശരി, ഇനി വരാൻ പോകുന്നതിൽ അനീഷിനെയൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. കാരണം ഓപ്പൺ നോമിനേഷനിൽ ഉൾപ്പെടെ ആര്യനും സാബുമാനും ഒക്കെ അനീഷിന്റെ ഈ ഒരു സൗഹൃദം അത് തനിക്ക് തെറ്റിപ്പോയി എന്നുള്ളൊരു തോന്നൽ അനീഷിന് ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഷാനവാസിന്റെ അടുത്ത് നിന്ന് വിട്ടുനിന്ന് കളിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രൂപ്പിസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇപ്പൊ അക്ബർ അപ്പാനി ഭയങ്കര ഗ്രൂപ്പിസം ആയിരുന്നു, പക്ഷെ ഒരാൾ അവിടെ അങ്ങ് സ്ട്രോങ് ആവും, മറ്റേയാൾ വീക്ക് ആവുകയാണ് ചെയ്തത്. ജിസേൽ ആര്യൻ ഫ്രണ്ട്ഷിപ്പ്, അവിടെ ജിസേല് മാത്രമാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ജിസേലിന്റെ ഫ്രണ്ടാണ് ആര്യൻ എന്നേ പറയുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഷാനവാസിനെയും അനീഷിനെയും രണ്ട് വ്യക്തികളായിട്ട് തന്നെ കാണുക. അനീഷിന്റെ സപ്പോർട്ട് കിട്ടി ഷാനവാസ് ജയിക്കണം എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതേപോലെ തിരിച്ചും ഷാനവാസിന്റെ സപ്പോർട്ട് കിട്ടി അനീഷും ജയിക്കണ്ട, രണ്ടുപേരും രണ്ടായിട്ട് കളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നോമിനേഷനിൽ എഗെയിൻ ആ ഒരു നെവിൻ ഷാനവാസ് വിഷയം പറഞ്ഞ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തത് തന്നെ ബോറായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു വിഷയം അവിടെ കളഞ്ഞിട്ട് പുതിയൊരു വിഷയത്തിലേക്ക് വരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നോമിനേഷൻ വന്നത് ഓക്കെ, ഇനിയിപ്പോ നോമിനേഷന് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ നെക്സ്റ്റ് ഈ ഒരു കാര്യവും വലിച്ചഴച്ച് വീണ്ടും ആ വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു കയറിയപ്പോൾ ഗുദാഹവ, ഇനി എന്താകും എന്നുള്ളത് പറയാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് ഈ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ അധികം സപ്പോർട്ട് ചെയ്യുന്നതിനോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. ഉറപ്പായിട്ടും ഷാനവാസ് അത്ര ലോയൽ ആകണം എന്നില്ല. അനീഷ് എന്ന വളരെ ജെനുവിൻ ആയിട്ട് ആ സൗഹൃദത്തെ എടുക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അനീഷ് അവിടെ ഭയങ്കര ഡൗൺ ആകും, ഉറപ്പായിട്ടും ഡൗൺ ആകും. കാരണം സിൻസിയർ ആയിട്ട് മാത്രമേ ഈ ചില ആൾക്കാർ വളരെ ഭയങ്കര ബുദ്ധിമുട്ടിയായിരിക്കും ഒരാളെ സ്നേഹിക്കുന്നത്. പക്ഷെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എത്ര ടോക്സിക് ആണെങ്കിലും നമ്മൾ എത്ര ഉപദ്രവിച്ചാലും ഈ സ്നേഹിച്ച ആൾക്ക് അത് വിട്ടു നിൽക്കാൻ കഴിയില്ല. അതുപോലൊരു ക്യാരക്ടറാണ് അനീഷ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെയുള്ള ഈ ഒരു 50 ദിവസത്തെ ഒരു ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഷാനവാസ് അനീഷ് അണ്ണൻ തമ്പി ബന്ധമൊക്കെ ഈ ഗെയിമിനകത്ത് വേണോ? അത് നല്ലയാണോ, പോസിറ്റീവ് ആണോ എന്നൊക്കെയുള്ളത് പറയുക. ഓഫ് കോഴ്സ് നെവിൻ ഷാനവാസ് വിഷയം അത് ഇനി അടുത്ത ആഴ്ചയിലേക്ക് വരെ കൊണ്ടുപോകുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റിൽ പറയുക. സോ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.